ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളെ വീട്ടിലൊരു ചടങ്ങ് കിടക്കുകയാണ്. നമ്മൾ പാല് കൊടുക്കുക എന്ന് പറയും, മരുമത 28 എന്ന് പറയും, നൂലുകെട്ട് എന്ന് പറയും. അപ്പം ചടങ്ങുകളിൽ ഒന്ന് തന്നെ. പക്ഷെ നമ്മൾ പറയുന്നത് പാല് കൊടുക്കുക എന്നാണ്. അങ്ങനെ അച്ഛൻ നല്ലവണ്ണം അവിടെ ഇരുന്ന് അപ്പോൾ ഇന്ദ്രക്കുട്ടീൻ്റെ പാല് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഇനി ചെറിയൊരു ഗോൾഡ് കൊണ്ട് കുറച്ച് തൊട്ട് ഇന്ദ്രൻ്റെ വായിലേക്ക് പാല് കൊടുക്കുന്ന ചടങ്ങാണ്. അത് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് പാല് കൊടുക്കുന്ന ചടങ്ങാണ് കാണുന്നത്. ഇന്ദ്രൻ നല്ല ഉറക്കത്തിലാണ്. അവൻ ചില ടൈമിലൊന്ന് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കരയാണ്ടിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. 23-നായിരുന്നു ഈ പരിപാടി. 23-ന് ഏകദേശം ഒരു സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10:30-ക്ക് ശേഷമാണ് പാല് കൊടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഓരോരുത്തരായിട്ട് പാല് കൊടുക്കുമ്പോൾ ഇന്ദ്ര നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു അമ്മമാർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മമാർ കൊടുക്കുന്നുണ്ട്, മരുമക്കൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ അവരുടെ പങ്ക് പാലായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾ കൊടുത്തിട്ടും പിന്നെ ഇന്ദ്രക്കുട്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല കേട്ടോ. നല്ല അടങ്ങി അച്ഛൻ്റെ കൈകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിലപ്പം കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്, അച്ഛനൊന്ന് നോക്കുന്നുണ്ട്, വീണ്ടും കൊടുക്കുന്ന പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർ 3 പ്രാവശ്യം ചെറിയ രീതിയിൽ തൊടുന്ന മാത്രമേ ഉള്ളൂ. കാരണം ഇത് വല്ലേ കൂടുതലായിപ്പോയല്ലേ, വയറിൽ ഗ്യാസെല്ലാം കുടുങ്ങി പിന്നെ കരച്ചിലായിരിക്കും, രാത്രിയിൽ ഉറക്കെല്ലാം പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുട്ടിക്കും ഇന്ദ്രക്കും അത് അത്യാവശ്യം ടേസ്റ്റിലുണ്ട്, പാലായതുകൊണ്ട് അവളിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇത്ര ആൾ കൊടുത്തിട്ടും വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു. അപ്പോൾ അതാ ഇന്ദ്രക്കുട്ടീൻ്റെ അമ്മയാണ് ഇപ്പം പാല് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഏട്ടനാണ് ഇത്. ഏട്ടൻ പൊടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഏട്ടൻ എന്തെല്ലാം ഒരു അനീതി പോലെ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ കുറച്ചാണ് മരുമക്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ കൊടുത്ത് കഴിയാനായി കേട്ടോ പാലുകൂടി. അങ്ങനെ മരുമകനും കൂടി ലാസ്റ്റ് ഇന്ദ്രക്കുട്ടിക്ക് പാല് കൊടുത്തതിന് ശേഷം ഏകദേശം ലാസ്റ്റ് കൊടുക്കുന്ന അങ്ങനെ പാല് കൊടുക്കൽ അങ്ങനെ അവസാനിച്ചു. ഇനി അടുത്ത ചടങ്ങ് വരുന്ന നമ്മളെ നൂലുകെട്ടാണ്. അതായത് നമ്മൾ സ്വർണ്ണത്തിൻ്റെ ഒരു അരഞ്ഞാണോ അല്ലെങ്കിൽ ചരടിൻ്റെ ഒരു അരഞ്ഞാണോ നമ്മൾ ഇന്ദ്രൻ്റെ അരയിൽ ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് അവർക്ക് ആവുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകൾ ഇന്ദ്രക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അത് വളയായിട്ടും പാസരായിട്ടും മാലയായിട്ടും എല്ലാം ഓരോരുത്തർ വന്നിട്ട് കെട്ടിക്കൊടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് നമുക്ക് കടന്നു പോകുന്നത്. അങ്ങനെ വളയും മാലകളായിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെ കഴുത്ത് പിടിച്ച് ഇന്ദ്രൻ്റെ കഴുത്ത് പിടിച്ച് പൊന്തിച്ചും കൈയൊന്ന് പൊന്തിച്ചും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ടൈമിൽ ഇത് കുറേ കഴിയുമ്പോൾ ചെറിയ രീതിയിൽ വെറുപ്പ് പിടിച്ചിട്ട് ഇന്ദ്ര കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ആ ഒരു സെഗ്മെൻറ്റും കഴിയാനായി. ഇനി നമുക്കുള്ളത് മെയിനായിട്ടുള്ളത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് നമ്മൾ ഇന്ന് വീട്ടിൽ വെച്ചില്ല. നമ്മളൊരു കാറ്ററിംഗ് ടീമിനെ, അതായത് കുന്നത്തേരുള്ളൊരു ബിനിഷ കാറ്ററിംഗ് ടീമിനെ നമ്മൾ ഏൽപ്പിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഫുഡ് അവിടെ പോയിട്ട് പിന്നെ എടുക്കുകയൊന്നും വേണ്ട, അവർ നേരെ നമുക്ക് ഡെലിവറി ഇവിടെ ചെയ്തു തരും. നമ്മൾ വീട്ടിൽ തന്നെ അവർ എത്തിച്ചു തരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1 മണിയാകാനായി, 1 മണിക്ക് ഫുഡ് വരാനാവും എന്ന രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ഇത് കണ്ട നമ്മൾ 2 മരുമക്കളും കൂടിയിട്ട് ഇവർക്ക് കരിവള വള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബിരിയാണി നമ്മൾ വീട്ടിലെത്തി അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള പേക്കിങ് കാര്യങ്ങളിലാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരെ തൈരും അച്ചാറിലും അത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ദം ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ്റെ പീസെല്ലാം കുറച്ച് അടിയിലാണുള്ളത്. അതെല്ലാം നമ്മൾ നോക്കി എടുത്തിട്ട് റൈസ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് ചെറിയ പ്ലേറ്റിലേക്ക് ബിരിയാണി സെർവ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചില്ല, ഇപ്പോൾ കാണുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും, നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അപ്പോൾ കഴിച്ചില്ലേ, നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചയിലാണ്. കഴിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ റൈസ് കുറച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ടാണ് നമ്മൾ ദം ബിരിയാണീൻ്റെ ചിക്കനെല്ലാം കുറച്ച് മാറ്റി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഓക്കെ,
പീസൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ പീസാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഏവറേജ് പീസിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പീസൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പം ടേസ്റ്റും വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ബിരിയാണി ആയിട്ട് നമുക്ക് തോന്നി. അങ്ങനെ ഇതെല്ലാം നമ്മൾ അടിപൊളിയായി സെർവ് ചെയ്ത് വന്ന നമ്മളെ പാലുടുക്കൊക്കെ വന്ന ആൾക്കാർക്കെല്ലാം സെർവ് ചെയ്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പരിപാടി നല്ല ഗ്രാൻഡായി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഫോളോ ചെയ്യിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഉണ്ടാക്കി തരിക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി കാണാം കേട്ടോ. ഓക്കെ.